പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യെരുശലേമിന്റെ മതിലുകളെ പുതുക്കി പണിത ധീരനായ നെഹമ്യാവിനെ പറ്റിയാണ്. ബാബേൽ പ്രവാസത്തിലെ 70 വർഷങ്ങൾക്ക് ശേഷം യെരുശലേമിലേക്ക് മടങ്ങി വന്ന മൂന്നാമത്തെയും അവസാനത്തേതുമായ സംഘത്തിന്റെ നേതാവായിരുന്നു നെഹമ്യാവ്. നെഹമ്യാവ് എന്ന പേരിന്റെ അർത്ഥം ദൈവം ആശ്വസിപ്പിക്കുന്നു എന്നാണ്. നെഹമ്യാവിനെ പറ്റി ഏതെങ്കിലും വിവരം ലഭിക്കുന്നതിനുള്ള ഏക മാർഗം അവൻ്റെ പേരിൽ എഴുതപ്പെട്ടിരിക്കുന്ന നെഹമ്യ പുസ്തകം മാത്രമാണ്. സ്വജാതി സ്നേഹിയായ ഈ മഹത്പുരുഷന്റെ പിതാവ് ഹഗല്യാവായിരുന്നു. പേർഷ്യൻ രാജാക്കന്മാരുടെ ശീതകാല വസതിയായിരുന്ന ശൂഷൻ രാജധാനിയിൽ രാജാവിൻ്റെ പാനപാത്രവാഹകൻ എന്ന ചുമതലയേറിയ പദവിയിൽ നെഹമ്യാവിനെ നിയമിച്ചിരുന്നു. അക്കാലത്ത് രാജാവിനെ ആരും വിഷം കൊടുത്തു കൊല്ലാതിരിക്കേണ്ടതിന് രാജാവിന് കൊടുക്കുന്ന ഭക്ഷണപാനീയങ്ങൾ രാജാവിൻ്റെ മുൻപിൽ വച്ച് രുചിച്ചു നോക്കിയ ശേഷം രാജാവിന് നൽകുന്ന ചുമതലയായിരുന്നു പാനപാത്രവാഹകൻ ഉണ്ടായിരുന്നത്. പേർഷ്യൻ രാജാവായ അഹശ്വേരോഷിന്റെ രണ്ടാം പത്നിയായിരുന്ന എസ്തേർ രാജ്ഞി അർത്താഷ്ടാ രാജാവിന്റെ കൊച്ചമ്മയായിരുന്നുവല്ലോ. വസ്തി രാജ്ഞിക്ക് പകരം രാജ്ഞിയായി തീർന്നവൾ. ഈ എസ്തേർ രാജ്ഞിയുടെ സ്വാധീനത്തിലായിരുന്നിരിക്കണം യഹൂദനായ നെഹമ്യാവിന് പാനപാത്രവാഹകൻ എന്ന വലിയ ഉത്തരവാദിത്തമേറിയ ഉദ്യോഗം ലഭിച്ചത് എന്നാണ് ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. എസ്തേറിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. അതിൽ എസ്തേറിന്റെ ജീവചരിത്രം കാണാം. ബാബേൽ പ്രവാസത്തിൽ നിന്ന് യഹൂദന്മാർ മടങ്ങി വന്നിട്ട് ഏകദേശം 100 വർഷമായിട്ടും യെരുശലേം ദൈവാലയ പണിയല്ലാതെ പട്ടണമതിൽ പണിയുവാൻ എതിരാളികളുടെ എതിർപ്പ് മൂലം കഴിഞ്ഞില്ല. അക്കാലത്ത് കോട്ട മതിലില്ലാതെ കിടക്കുന്ന ഒരു പട്ടണം ഏത് സമയത്തും കൊള്ളസംഘത്തിന്റെ ആക്രമണത്തിന് ഇരയായി തീരാവുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. തന്മൂലം സുരക്ഷിതത്വം ആഗ്രഹിച്ചിരുന്ന യഹൂദ ജനത യെരുശലേം പട്ടണത്തിൽ പാർക്കാതെ ഗ്രാമങ്ങളിൽ പാർത്തു വന്നു. ഇതുമൂലം വിജാതീയരോട് ഇടകലർന്ന് യഹൂദന്റെ സംസ്കാരവും ഭാഷയും പോലും മറക്കുന്നതിനും ന്യായപ്രമാണത്തിനനുസരിച്ചുള്ള അതിവിശുദ്ധ വിശ്വാസാചാരങ്ങൾ പോലും നഷ്ടപ്രായമാകുന്നതിനും ഇടയായി. അതിനാൽ പട്ടണം അതിൽ പണിതു പൂർത്തിയാക്കി സുരക്ഷിതത്വം നേടുന്നതിനുള്ള വാഞ്ച യഹൂദന്മാർക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നെഹമ്യാവിന്റെ സഹോദരനായ ഹനാനിയും ഏതാനും ആളുകളും ചേർന്ന് ശൂഷൻ രാജധാനിയിൽ എത്തിയത്. നെഹമ്യാവിനെ യെരുശലേമിന്റെ യഥാർത്ഥ സ്ഥിതി ഗ്രഹിപ്പിച്ചു. ഹനാനിയുടെ റിപ്പോർട്ട് അനുസരിച്ചുള്ള യെരുശലേമിന്റെ തകർന്ന മതിലിന്റെ സ്ഥിതി നെഹമ്യാവിനെ വ്യാകുലചിത്തനാക്കി. സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച ശേഷം നെഹമ്യാവ് തന്റെ കാര്യം രാജസന്നിധിയിൽ ഉണർത്തിച്ചു. അർത്താഷ്ടാ രാജാവിന് നെഹമ്യാവിനോട് കരുണ തോന്നി. നെഹമ്യാവിനെയും ഒരു സംഘത്തെയും യെരുശലേമിലേക്ക് അയച്ചു. നെഹമ്യാവിനെ പാലസ്തീനിലെ ഗവർണറായി നിയമിച്ചു. BC 444 മുതൽ 432 വരെ 12 വർഷം ഗവർണറായി സേവനം ചെയ്തു. നെഹമ്യാവിന് ഒരു വീട് നിർമ്മിക്കുന്നതിനും മതിൽ പണിയുടെ മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടുന്ന മരം നൽകുവാൻ വനപാലകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തു. തന്റെ യാത്രയിൽ ഒരു സംരക്ഷക സേനയെയും രാജാവ് നിയോഗിച്ചു. സ്വജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവൻ ഉന്നത പദവിയും സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ചു. രാജധാനിയിൽ നിന്ന് സാധാരണക്കാരായ ജനത്തിന്റെ മധ്യത്തിലേക്ക് സേവന നിരതനായി ഇറങ്ങി വന്ന നെഹമ്യാവ് മാതൃകാപരമായ ഒരു വ്യക്തിയാണ്. വളരെ പ്രതികൂലങ്ങളും എതിരാളികളുടെ കഠിനമായ എതിർപ്പുകളും ഉണ്ടായിരുന്നിട്ടും 52 ദിവസങ്ങൾ കൊണ്ട് മതിൽ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠിച്ചു. നെഹമ്യാവിന്റെ സഹപ്രവർത്തകനും സമകാലീനനുമായിരുന്നു എസ്രാ പുരോഹിതൻ. നെഹമ്യാവ് പേർഷ്യൻ രാജാവായ അർത്താഷ്ടാ രാജാവ് അധികാരപ്പെടുത്തി അയച്ച ഗവർണറായിരുന്നു. അതേസമയം എസ്രയാകട്ടെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നതിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. ഇവർ ഇരുവരും കൂടി സഹകരിച്ചാണ് യെരുശലേം പട്ടണം അതിൽ പണി പൂർത്തിയാക്കി ജനത്തെ യഥാസ്ഥാനപ്പെടുത്തിയത്. ഇനി നമുക്ക് നെഹമ്യാവിന്റെ പ്രവർത്തന വിധങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിച്ചാലോ? ഒന്നാമത്തത്, നെഹമ്യാവ് ഒരു പ്രാർത്ഥനാവീരനായിരുന്നു. ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും ആരംഭിക്കുന്നതിന് മുമ്പായി നെഹമ്യാവ് പ്രാർത്ഥിച്ചു. അർത്താഷ്ടാ രാജാവിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പായി സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് നെഹമ്യാവ് 2:4-5 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രാർത്ഥിച്ചു എന്ന പദം നെഹമ്യാവിന്റെ ഗ്രന്ഥത്തിൽ 7 തവണ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒറ എറ്റ് ലബോറ എന്നൊരു ലാറ്റിൻ പദമുണ്ട്. പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് അതിൻ്റെ ആശയം. ദൈവ ശുശ്രൂഷകന്മാരുടെ ജീവിത ശൈലി ഇതായിരിക്കണം. നെഹമ്യാവ് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നേതാവായിരുന്നു. 8 ചെറിയ പ്രാർത്ഥനകൾ ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. രണ്ടാമതായി, നെഹമ്യാവ് പ്രവർത്തിക്കുന്ന മനുഷ്യനായിരുന്നു.
നെഹമ്യാവിന്റെ ദൗത്യം നിസ്സാരമായതോ എളുപ്പമുള്ളതോ ആയിരുന്നില്ല. എന്നിരുന്നാലും താൻ തന്റെ പ്രവൃത്തിയിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. മറ്റുള്ളവരെ കൊണ്ട് വേല ചെയ്യിക്കുന്ന ഒരു ഊഴിയ വിചാരകനായിരുന്നില്ല, മറിച്ച് താനും വേലക്കാരോടൊപ്പം പ്രവർത്തിക്കുന്ന ധീരനായ ഒരു നേതാവായിരുന്നു. ഞാനോ എൻ്റെ സഹോദരന്മാരോ എൻ്റെ ബാല്യക്കാരോ എൻ്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല. കുളിക്കുന്ന സമയത്തു കൂടെയും ആയുധം ധരിച്ചിരുന്നു. ഇരമ്യാവ് 48:10 യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന ദൈവവചനം ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമതായി, നെഹമ്യാവ് ജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവനായിരുന്നു. നെഹമ്യാവ് യെരുശലേമിൽ എത്തിയ ശേഷം തനിക്ക് നിവർത്തിപ്പാനുള്ള ഭാരമേറിയ ജോലിയെപ്പറ്റി ഒരു പ്ലാൻ തയ്യാറാക്കാൻ 3 ദിവസം താമസിച്ചു. തനിക്ക് നിർവഹിപ്പാനുള്ള വേല നോക്കി കണ്ട ശേഷമാണ് ആരംഭിക്കുന്നത്. എതിരാളികൾക്ക് തന്റെ പ്രവർത്തനത്തിന്റെ വിശദ വിവരം ലഭിക്കാതിരിക്കുവാൻ വേണ്ടി പദ്ധതി വളരെ രഹസ്യമായാണ് തയ്യാറാക്കിയത്. ദൈവ ശുശ്രൂഷകന്മാർ തങ്ങളുടെ പ്രവൃത്തി ദൈവത്തോട് ആലോചിച്ചു വേണം നിർവഹിപ്പാൻ. ലോകക്കാരുടെ ആലോചനയല്ല സ്വീകരിക്കേണ്ടത്. എതിരാളികളായ ശത്രുക്കൾ തങ്ങളുടെ സഹായം വാഗ്ദാനം ചെയ്തപ്പോൾ വളരെ ബുദ്ധിപൂർവ്വം അതിനെ നിരസിക്കുകയും ചെയ്തു. എതിരാളികൾ 5 പ്രാവശ്യം നെഹമ്യാവിനെ അധൈര്യപ്പെടുത്തുവാൻ ശ്രമിച്ചു. ദൈവം അവരുടെ സഹായത്തിനുണ്ടെന്നുള്ള ഉറപ്പ് നെഹമ്യാവിനുണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്നുള്ള ഉറപ്പായിരുന്നു നെഹമ്യാവിനുണ്ടായിരുന്നത്. നാലാമതായി, നെഹമ്യാവ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യെരുശലേമിന്റെ തകർന്ന ചിത്രം നെഹമ്യാവിനെ നിരാശപ്പെടുത്തുന്നതിനു പകരം ഉള്ളുരുക്കത്തോടും തകർന്ന ഹൃദയത്തോടും കൂടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിന് പ്രേരണ നൽകി. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഇത് ദൈവത്തിന്റെ ഒരു വ്യവസ്ഥയാണ്. ഇരമ്യാവ് ജനത്തിനു വേണ്ടി കരയുന്ന പ്രവാചകനായിരുന്നു. നെഹമ്യാവ് കരയുകയും ഉപവസിക്കുകയും ചെയ്തതുപോലെ ദൈവവേലക്കാർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ശത്രുവിനെ തോൽപ്പിക്കാനുള്ള മൂർച്ചയേറിയ ആയുധമാണ് ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന എന്ന് വിശുദ്ധ മത്തായി സുവിശേഷം 17:21 കാണുവാൻ കഴിയും. അഞ്ചാമതായി, നെഹമ്യാവ് അസാധാരണ ധൈര്യശാലിയായിരുന്നു. ഹോറോന്യനായ സൻബല്ലത്തും ദാസൻ അമോന്യനായ തോബിയാവും നെഹമ്യാവിന്റെ എതിരാളികളും ശത്രുക്കളുമായിരുന്നു. അവർ പല വിധത്തിൽ വേല തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചു. എന്നാൽ ധീരനായ നെഹമ്യാവ് എൻ്റെ ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാ എതിർപ്പുകളെയും ജയിച്ചു. രാത്രിയും പകലും ആയുധം ധരിച്ചുകൊണ്ട് മതിൽ പണിയുവാനുള്ള പ്രചോദനം പണിക്കാർക്ക് നൽകി. ആറാമതായി, നെഹമ്യാവ് ദൈവാശ്രയത്തോടെ പ്രവർത്തിച്ചു. മതിൽ പണി വളരെ പ്രയാസമുള്ള ജോലിയായിരുന്നു. എന്നിരുന്നാലും നെഹമ്യാവിന്റെ ആശ്രയം ദൈവത്തിലായിരുന്നു എന്ന് 2:20 ഓർമ്മിപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഈ ഉറപ്പോടുകൂടി പ്രവർത്തിച്ചതിനാൽ കേവലം 52 ദിവസം കൊണ്ട് ഈ വലിയ വേല പൂർത്തീകരിച്ചു മതിൽ പ്രതിഷ്ഠിച്ചു. ഏഴാമതായി, നെഹമ്യാവ് സ്വയത്യാഗിയായ ഒരുവനായിരുന്നു. സ്വന്തം ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നെഹമ്യാവ് തന്റെ സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ശൂഷൻ രാജധാനിയിൽ നിന്ന് യെരുശലേമിൽ വന്ന് ഒരു കൂലിക്കാരനെ പോലെ വേല ചെയ്യുവാൻ തീരുമാനിച്ചു. താൻ നിസ്സാരനായ മനുഷ്യനല്ലായിരുന്നു. യെരുശലേമിലെ ഗവർണർ എന്ന സ്ഥാനം തനിക്കുണ്ടായിരുന്നു. എന്നാൽ ദേശാധിപതിക്കുള്ള അലവൻസ് അഥവാ ശമ്പളം താനും തന്റെ സഹോദരന്മാരും വാങ്ങിയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രതിഫലേച്ച കൂടാതെ ദൈവത്തിന്റെ വേല ചെയ്യുന്നവനെ ദൈവം സംരക്ഷിച്ചു കൊള്ളും. അടുത്തതായി, നെഹമ്യാവ് പണി പൂർത്തിയാക്കിയ പടിവാതിലുകളെ പറ്റി നമുക്ക് ചിന്തിക്കാം. യെരുശലേം പട്ടണത്തിന്റെ മതിൽ പുനരുദ്ധരിച്ചപ്പോൾ കോട്ടമതിലിന് 12 പടിവാതിലുകൾ പണിത് പൂർത്തിയാക്കുകയും കാവൽക്കാരായ അധിപതികളെ നിയമിക്കുകയും ചെയ്തു. വൈകിട്ട് അവൻ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ കതകുകൾ അടച്ച് അന്താഴം ഇടുകയും അതുപോലെ രാവിലെ വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് വാതിൽ തുറക്കുകയും ചെയ്യരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അടുത്തതായി, ഏതൊക്കെയാണ് ആ 12 പടിവാതിലുകൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ആട്ടിൻ വാതിൽ, 2 മീൻ വാതിൽ, 3 പഴയ വാതിൽ, 4 താഴ്വര വാതിൽ, 5 കുപ്പവാതിൽ, 6 ഉറവ് വാതിൽ, 7 നീർവാതിൽ, 8 കുതിരവാതിൽ, 9 കിഴക്കേ വാതിൽ, 10 ഹമ്മീഫ്കാത്ത് വാതിൽ. ഈ പദത്തിന് പരിശോധിക്കുക എന്നോ തിരഞ്ഞെടുത്ത് നിയമിക്കുക എന്നോ അർത്ഥമുണ്ട്. 11 എഫ്രൈം വാതിൽ, 12 കാരാഗൃഹവാതിൽ. ഇങ്ങനെ നെഹമ്യാവ് ഉറപ്പോടെ നിന്ന് യെരുശലേമിലെ പട്ടണമതിൽ പണിയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു.
ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.